നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. കതിരൂർ മനോജ് വധത്തിലെ ബുദ്ധികേന്ദ്രം പി ജയരാജനെന്ന് ഹൈക്കോടതിയിൽ CBI. ജയരാജന്റെ അറസ്റ്റ് അനിവാര്യം. കേസ് ഡയറി ഹാജരാക്കാത്തതിന് CBIക്ക് വിമർശനം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ ഉണ്ടായേക്കും. CBI നടത്തുന്നത് അസംബന്ധങ്ങളുടെ ഘോഷയാത്രയെന്ന് പിണറായി. KSRTC ടിക്കറ്റ് നിരക്ക് ₹1 കുറയ്ക്കാൻ മന്ത്രിസഭാ തീരുമാനം. നിരക്ക് കുറയ്ക്കാൻ സ്വകാര്യ ബസ് ഉടമകളോട് ആവശ്യപ്പെടും. തീരുമാനം ഡീസൽ വില കുറഞ്ഞ പശ്ചാത്തലത്തിലെന്ന് മുഖ്യമന്ത്രി. സിയാച്ചിനിൽ മരിച്ച മലയാളി സൈനികന്റെ കുടുംബത്തിന് ₹25 ലക്ഷം. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ പരസ്യമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും തമ്മിലടി നിർത്തണം. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിയൂ. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ഭരണം ഉറപ്പെന്ന് AK ആന്റണി. ബാർക്കോഴയിൽ നിയമസഭ പ്രക്ഷുബ്ധം. പ്രതിപക്ഷം നടുത്തളത്തിൽ. ശകുനിയുടെ കുതന്ത്രങ്ങൾ പോലും ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ തോറ്റുപോകുമെന്ന് VS. മഹാഭാരതത്തിലെ ശകുനി താങ്കൾക്ക് മുമ്പിൽ തോറ്റ തുന്നമ്പാടും. ഫ്ലെക്സ് വയ്ക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ചേരിതിരിഞ്ഞ് തല്ലി. സോളാർ കമ്മീഷനും സർക്കാർ അഭിഭാഷകനും തമ്മിൽ വാക്കേറ്റം. സരിതയ്ക്ക് എന്തും പറയാൻ അവസരം കൊടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ. നിയന്ത്രിച്ചില്ല എങ്കിൽ ക്രോസ് വിസ്താരം വേണ്ട, എതിർത്ത് കമ്മീഷനും. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജനെതിരെ നിലപാട് കടുപ്പിച്ച് CBI ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. മനോജിന്റെ കൊലപാതകത്തിന്റെ ബുദ്ധികേന്ദ്രം പി ജയരാജനാണെന്ന് CBI വ്യക്തമാക്കി. ജയരാജന്റെ അറസ്റ്റ് അനിവാര്യമാണെന്നും CBI ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് ഡയറി ഹാജരാക്കാൻ വൈകിയതിന് ഹൈക്കോടതി അന്വേഷണ സംഘത്തെ വിമർശിച്ചു. ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധിയുണ്ടാകും. RSS നേതാവ് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ കേസിൽ പി ജയരാജന്റെ പങ്കു വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് CBI ഹൈക്കോടതിയിൽ നൽകിയത്. കൊലപാതകത്തിൽ ജയരാജന് നേരിട്ട് പങ്കുണ്ട്. മനോജിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തത് പി ജയരാജനാണ്. സംഭവത്തിനു പിന്നിലെ ബുദ്ധികേന്ദ്രവും പി ജയരാജൻ തന്നെ. കേസിലെ 25ാം പ്രതിയായ പി ജയരാജനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അറസ്റ്റ് അനിവാര്യമാണ് ഈ കേസിൽ, CBI ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ സംഘടന ഉപയോഗിച്ച് ജയരാജൻ പ്രതിരോധം തീർക്കുകയാണ്. മൃഗീയമായ മറ്റു കൊലപാതകത്തിലും ജയരാജൻ പ്രതിയാണെന്ന കാര്യവും CBI ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം CBI തള്ളി. അന്വേഷണ സംഘം രാഷ്ട്രീയം കളിക്കുകയല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പി ജയരാജനെ പ്രതി ചേർത്തത്. കേസിൽ UAPA നിലനിൽക്കില്ലെന്ന വാദവും CBI അംഗീകരിക്കുന്നില്ല. പ്രധാന പ്രതി വിക്രമനെതിരെ UAPA നിലനിൽക്കുമെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യവും CBI ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ പി ജയരാജന് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് CBI അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അതിനിടെ കേസ് ഡയറി ഹാജരാക്കാൻ വൈകിയ CBI സംഘത്തെ ഹൈക്കോടതി വിമർശിച്ചു. ഒടുവിൽ കേസ് ഡയറിയും അനുബന്ധ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവിഷൻ ബെഞ്ചിന് കൈമാറി. പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ നാളെയും വാദം തുടരും. നേരത്തെ സെഷൻസ് കോടതി 3 തവണ ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി. ശ്രീ AN ഷംസീർ, ഷിട്ടി സിദ്ദിഖ്, ശ്രീ MT രമേശ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ AN ഷംസീർ. പി ജയരാജൻ നിരവധി മൃഗീയമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണ് എന്നാണ് CBI ഇന്ന് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. അന്വേഷണത്തെ ഭീകരമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ കെൽപ്പുള്ള ആളാണ് പി ജയരാജൻ എന്നും CBI ഇന്ന് ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു. പി ജയരാജൻ ഇപ്പോഴും CPIMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഈ പി ജയരാജന് നേരെയുള്ള വേട്ട തുടങ്ങിയിട്ട് എത്ര കാലമായി? 1999 അദ്ദേഹത്തെ കൊല്ലാൻ നോക്കി, അതിൽ പരാജയപ്പെട്ടു. 2005 അദ്ദേഹത്തെ പാർലമെന്ററി ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, അതിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ 2016 അദ്ദേഹത്തെ ജയിലിലടക്കാൻ ശ്രമിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണിത്? ഇവിടെ CBI അഫിഡവിറ്റിൽ പറയുന്നു. CBIക്ക് എവിടെ നിന്ന് തെളിവ് കിട്ടിയെന്നറിയില്ല. പിന്നെ ഈ കണ്ണൂരിൽ ജീവിക്കുന്ന ജനങ്ങൾക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, സാധാരണ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് കേരളത്തിലെ ഏറ്റവും ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ജില്ലാ സെക്രട്ടറിയായി നയിക്കുന്ന CPM നേതാവ് സഖാവ് പി ജയരാജന്റെ നേതൃത്വത്തിലാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് പിടിച്ചത്, കാസർഗോഡ് പാർലമെന്റ് ജയിച്ചത്, വടകര ലോക്സഭയിൽ വിജയത്തോടടുത്ത പരാജയം ലഭിച്ചപ്പം 2 കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ ഉജ്ജ്വല ഭൂരിപക്ഷം ലഭിച്ചത്. ഇത്തരം ഒരു നേതാവ് നയിക്കുന്ന പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിക്ക് കണ്ണൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യോ? CBIക്ക് പലതും പറയാം. CBI കൊടുത്ത സത്യവാങ്മൂലം അല്ലെങ്കിൽ CBI കൊടുത്ത മറുപടി എന്നുള്ളത് മാത്രമല്ല. നോക്കൂ,
പി ജയരാജനെതിരെ എന്തിനാണ് ഒരു വേട്ട നടത്തേണ്ട കാര്യം? കണ്ണൂരിൽ വേറെയും നേതാക്കളുണ്ടല്ലോ, അവർക്കാർക്കുമെതിരെ ഇത്ര കടുത്ത ആരോപണം വരുന്നില്ലല്ലോ. ഇവിടെ ഈ കേസിൽ പി ജയരാജൻ പ്രതിയാണ് എന്നുള്ളത് മാത്രമല്ല, മറ്റൊരു കേസിൽ അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം നടക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ രക്ഷിക്കാൻ ഭീഷണി തന്ത്രത്തിലൂടെ ശ്രമം നടക്കുമ്പോൾ കോടതിക്ക് മൂകസാക്ഷിയായിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. TP ചന്ദ്രശേഖരൻ കേസിലും ആരോപണം നേരിട്ടു. എന്തുകൊണ്ടാണ് ഒരു നേതാവ് ഇത്രയധികം ആരോപണങ്ങൾക്ക് പാത്രമാകുന്നത്? മറ്റാർക്കുമെതിരെ ഇല്ലല്ലോ ഈ ആരോപണങ്ങൾ. അപ്പോൾ ഈ വേട്ട എന്ന് പറയുന്നത് എങ്ങനെ സംഗതമാകും? കോടതി നടത്തിയ അന്നത്തെ പരാമർശത്തിന് അതേ രീതിയിൽ ഞാൻ അതിൽ മറുപടി പറയുന്നില്ല. കോടതി നടത്തിയ പരാമർശം ഒരു സ്ട്രീറ്റ് മീറ്റിങ്ങിലെ പ്രസംഗം പോലെ എനിക്ക് തോന്നിയത്. അതവിടെ നിൽക്കട്ടെ. കാരണം കോടതിയെ വല്ലാത്ത രീതിയിൽ ദുർബലപ്പെടുത്താൻ ഞാൻ ഏതായാലുമില്ല. കാരണം നാട്ടിൽ അരാജകത്വം ഉണ്ടാകാൻ പാടില്ല. ഇനി എന്തുകൊണ്ട് ജയരാജൻ വേട്ടയാടപ്പെടുന്നു? കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് കണ്ണൂർ ജില്ലയിൽ ന്യൂനപക്ഷ മേഖലക്കകത്ത സാംസ്കാരിക സംഘടന ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPIഎമ്മിന് നല്ല രീതിയിൽ കടന്നു വരാൻ സാധിച്ചു. അത് സഖാവ് പി ജയരാജൻ എന്ന വ്യക്തിയുടെ മുൻകൈയാണ്. തൻ്റെ വലത് കൈ വെട്ടിയെടുത്ത, തൻ്റെ ഇടത് കൈക്ക് സ്വാധീനമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിയ, തന്നെ കൊലപ്പെടുത്താൻ RSS സംഘം ശ്രമിച്ചപ്പം അന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റും BJP നേതാക്കന്മാരുമായ A അശോകനെയും OK വാസു മാസ്റ്ററെയും ആ കൈകൊണ്ട് അദ്ദേഹം CPIഎമ്മിലേക്ക് വരവേറ്റു. ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ RSS വിട്ട് CPIഎമ്മിലേക്ക് വന്നു. RSSന്റെ പ്രചാരകനായ സുധീഷ് മിന്നി ഇന്ന് CPIഎമ്മിന്റെ ഭാഗമാണ്. RSSന്റെ അറകടക്കാത്ത കേന്ദ്രങ്ങൾക്കകത്തു നിന്നും വാർത്തകൾ പുറത്തേക്ക് വരുന്നു. RSSന് ഇദ്ദേഹം ഒരു ഹെഡേക്കാണ്. കാരണം RSSന്റെ മുഖം എന്താണ് എന്ന് കേരളത്തിൽ തുറന്നു കാട്ടാൻ പി ജയരാജൻ തന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ട് BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ അസംബന്ധങ്ങളുടെ പരമ്പര എഴുന്നള്ളിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ ഇന്ന് പറയുന്നത്. ശരിയാണോ? അല്ല, ഒന്ന് CBI അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുന്ന ഏജൻസിയാണ് എന്നുള്ളത് CPMന്റെ ഔദ്യോഗിക നിലപാടാണോ? ആണെങ്കിൽ ഇനി ഒരു കേസും CBI അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാട് CPM എടുക്കണം. വെറുതെ CPMനെതിരായിട്ട് വരുമ്പോൾ മാത്രം അസംബന്ധവും ബാക്കി എല്ലാവർക്കും എതിരായിട്ട് വരുമ്പോൾ CBI നല്ല ഏജൻസി എങ്ങനെ ആവുക? ഈ CBI ആണല്ലോ 2G സ്പെക്ട്രം കേസ് അന്വേഷിച്ചത്, അന്ന് CBI നല്ല ഏജൻസിയാണല്ലോ. ഈ CBI ആണല്ലോ കോൾ അഴിമതി അന്വേഷിച്ചത്, അന്ന് CBI നല്ല ഏജൻസിയാണല്ലോ. ഈ CBIയുടെ ആണല്ലോ പശ്ചിമ ബംഗാൾ CPM ഘടകം ആവശ്യപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസുകാരുടെ കൊലപാതകത്തിനിരയായിട്ടുള്ള 4 CPMമാരുടെ കൊലപാതകത്തെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് CPMന്റെ പശ്ചിമ ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടല്ലോ. അത് ഈ അസംബന്ധങ്ങളിൽ എഴുന്നള്ളിക്കുന്ന അന്വേഷണ ഏജൻസിയോടല്ലേ? അപ്പൊ CPMനെതിരായിട്ട് കേസ് വരുമ്പോൾ അസംബന്ധവും മറ്റെല്ലാ കേസിലും CBI നല്ല ഏജൻസിയും എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും കേരളത്തിലെ ആളുകൾക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CBI കോടതിയിൽ കൊടുക്കുന്ന കാര്യം എന്താണ്, അതിന്റെ വസ്തുതകളും തെളിവുകളും CBI ആണ് കോടതിയിൽ പറയേണ്ടത്. അത് പറയാനുള്ള ബാധ്യത എനിക്കില്ല. പിന്നെ പി ജയരാജൻ വേട്ടയാടുന്നു. ഇപ്പൊ ഞാൻ ഷംസീർ പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ പി ജയരാജൻ ഇല്ലെങ്കിൽ CPM ഇല്ല എന്നാണോ? അങ്ങനെയുണ്ടോ? പി ജയരാജൻ മാത്രമേ CPMന് കത്തുള്ളൂ എന്നാണ് ഇപ്പൊ ഷംസീറിന്റെ പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തോന്നുക. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേതാവിനോടല്ല മനോജിന്റെ കൊലപാതക കേസിൽ പി ജയരാജനുള്ള പങ്കാളിത്തത്തെ കുറിച്ച് ഞങ്ങൾ അന്നും ഇന്നും എന്നും പറഞ്ഞിരുന്നു. ശരി, അതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. തുടരുക. ഷിട്ടി സിദ്ദിഖ്, ഇന്ന് CBI ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് പി ജയരാജൻ നിരവധി മൃഗീയമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളാണ് എന്നും ഭീകരമാർഗങ്ങൾ ഉപയോഗിച്ച്, ടെറർ ടാക്ടിക്സ് ഉപയോഗിച്ച് അന്വേഷണ സംഘത്തെ ഭീഷണിപ്പെടുത്തുകയും അന്വേഷണം തടയുകയും ചെയ്യുന്ന ആളാണെന്നും മനോജ് വധത്തിൻ്റെ മുഖ്യ സൂത്രധാരനും കിങ് പിന്നും ആണെന്നും ആണ്. പി ജയരാജൻ MLA ആയിരുന്ന വ്യക്തിയാണ്, CPIഎമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് ഏറ്റവും വലിയ ഭീകരവാദിക്ക് ചേരുന്ന വിശേഷണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മുഖ്യ അന്വേഷണ ഏജൻസി ചാർത്തിക്കൊടുക്കുന്നത് ശരിയാണോ? അതിൽ രാഷ്ട്രീയമില്ലേ? ഒന്ന്, ഈ എത്രത്തോളമാണ് ശ്രീ ജയരാജന്റെ ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റ് എന്നുള്ളത് കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ടതും പറയേണ്ടതും CBIയുടെ ചുമതലയാണ്. ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ശ്രീ ജയരാജനെതിരായിട്ടുള്ള നിയമ നടപടികളിലേക്ക് കടന്നപ്പോൾ കോൺഗ്രസിന്റെ 150ഓളം വരുന്ന ഓഫീസുകൾ തകർക്കാനും തീയിട്ട് നശിപ്പിക്കാനും വലിയ അക്രമങ്ങൾക്കും വിധേയമായ ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല എന്നുള്ളത്. CPIM ഇവിടെ സ്വീകരിക്കുന്ന ഒരു പൊതുസമീപനമുണ്ട്. ആ പൊതുസമീപനം കൊലപാതക കേസിലെ പ്രതികളെ ഇവർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരാക്കി, മുനിസിപ്പൽ ചെയർമാൻമാരാക്കി,
അങ്ങനെ കൊലപാതകത്തിലെ പ്രതികളെ മഹത്വവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സന്ദർഭത്തിലും നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സമാനമായി കേരളത്തിലെ BJP-യും. ഒരുപക്ഷെ ശ്രീ ഷംസീർ എല്ലാ ചർച്ചയിലും ചോദിക്കുന്നത് പോലെ മധു ഈച്ചറത്തും അനീഫയുടെ കാര്യമൊക്കെ ഇവിടെയും സ്വാഭാവികമായി അതിന് മറുപടിയായി സൂചിപ്പിക്കും. ഞങ്ങള് അനീഫ വധിക്കപ്പെട്ടപ്പോൾ അനീഫയുടെ വധത്തിന് ഉത്തരവാദികളായ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ അവരെ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്ക് വേണ്ടി കേസ് നടത്താനും ഫണ്ട് പിരിക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഇരകളുടെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ ഒരു വലിയ ദുര്യോഗമുണ്ട്. അത് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യണം. പൊളിറ്റിക്കൽ അസാസിനേഷൻ കേസുകളിൽ ഗൂഢാലോചനക്കാർ നിയമത്തിന് മുമ്പിലേക്ക് വരാറില്ല. കുറ്റകൃത്യം നിർവഹിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളെ മാത്രമേ കൊണ്ടുവരാറുള്ളൂ. അല്ല, അതിൽ എന്തുകൊണ്ടാണ് ടി സിദ്ദിഖ് അങ്ങനെ ഒന്ന് ഉണ്ടാകുന്നത്? ഇവിടെ ഈ കേസിൽ CBI അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ വരികയാണ്. അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്. ഷുക്കൂർ വധക്കേസ് കുറെ കൂടി മുൻപ് നടന്ന ഒരു കൊലക്കേസാണ്. അക്കാര്യത്തിൽ ഹൈക്കോടതി മിനിയാന്ന് ചൂണ്ടിക്കാണിച്ചത് കേസ് നീതിപൂർവകമായി അന്വേഷിക്കാൻ പറ്റിയില്ലെന്ന് സർക്കാർ സമ്മതിക്കുകയാണ്. ഗൂഢാലോചന ചുമത്താതിരിക്കാൻ ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ടു എന്നാണ്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള നിങ്ങളുടെ പോലീസിനെ കുറിച്ചാണ് ഹൈക്കോടതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ താങ്കൾ ടെലിവിഷൻ ചർച്ചയിൽ വന്നിരുന്ന് ഗൂഢാലോചനക്കാർ ഒരിക്കലും കുടുങ്ങുന്നില്ല, അവർ രക്ഷപ്പെട്ടു പോവുകയാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ആ കാര്യത്തിൽ തുറന്നു പറയാൻ ഒരു മടിയും എന്നെ സംബന്ധിക്കില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിനെ തുറന്ന് ഒരു പ്രമുഖനായ CPIM നേതാവിനെ അന്വേഷണ ടീം പിടിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള 10-12 MLA-മാരാണ് ആ ചോദ്യം ചെയ്യുന്ന ക്യാമ്പസിലേക്ക് വന്നിട്ടുള്ളത്. കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഷൗക്കത്തിൽ ഉൾപ്പെടെ സന്തോഷ് ഉൾപ്പെടെ ആ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഭീഷണിപ്പെടുത്തി, അവരുടെ വീടിന്റെ മുമ്പിൽ പോയി റീത്ത് സമർപ്പിച്ചു, പരസ്യമായി അവർ പ്രഖ്യാപനം നടത്തി കൈകാര്യം ചെയ്യും. അപ്പോ ഈ സമാനമായ സാഹചര്യങ്ങൾ ഷുക്കൂർ വധക്കേസിലും നമ്മൾ കണ്ടു. കേരളത്തിലെ നിയമപരിപാലന സംവിധാനത്തിന് മുമ്പിലൂടെ നടന്നു പോകാനല്ല CPIM ആഗ്രഹിച്ചത്. അവരുടെ സംഘടനാ സംവിധാനവും ബലപ്രയോഗവും അവരുടെ ഫാസിസ്റ്റ് സമീപനവും കേസിന്റെ വഴി വികലമായി കൊണ്ടുപോകാനും അവരുടെ വഴിയെ നടത്താനും ശ്രമം നടത്തുന്ന ഒരു ഹീനമായ രാഷ്ട്രീയ ക്രിമിനൽ ശൈലി സ്വീകരിക്കുന്ന സമീപനം കേരളത്തിൽ CPIM സ്വീകരിച്ചു വരുന്നു. ശരി, അതാണ് താങ്കളുടെ ആക്ഷേപം. ശ്രീ AN ഷംസീർ, ഇത് കേവലം ഒരു കേസിന്റെ പ്രശ്നമേ അല്ല. ഫസൽ വധക്കേസിൽ ഇതേ CBI അന്വേഷിക്കുമ്പോഴാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതികളാകുന്നത്. അവർക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിക്കാത്തത് കൊണ്ട് അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പദവികൾ രാജിവെക്കേണ്ടി വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഇവിടെ ഇപ്പോൾ മനോജ് വധക്കേസിൽ മാത്രമല്ല, ഷുക്കൂർ വധക്കേസിലും CBI അന്വേഷണം വരികയാണ്. അവിടെയും സമാനമായ സാഹചര്യം CPIM നേരിടേണ്ടി വന്നേക്കാം. ഇങ്ങനെ 3 പ്രമാദമായ കൊലക്കേസുകളാണ് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ പാർട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതേതെങ്കിലും നേതാവിനെ വേട്ടയാടുന്നു എന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രയാസകരമായ സാഹചര്യത്തെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതിനെ എങ്ങനെ നേരിടാനാണ് പോകുന്നത്? ഈ വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. അഭിലാഷ്, ഒന്ന് എന്നെ കൃത്യമായി മറുപടി പറയാൻ അനുവദിക്കണം. കാരണം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടി സ്റ്റാൻഡ് ക്ലാരിഫൈ ചെയ്യാനാണ്. ഞങ്ങളുടെ പാർട്ടി സ്റ്റാൻഡ് ക്ലിയർ ആയി പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ആദ്യം സൂചിപ്പിക്കാനുള്ളത്, രമേശ് പറഞ്ഞു CBI എന്ന് പറയുന്ന സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതാദ്യം പറഞ്ഞേക്കാം. അനുഭവങ്ങളാണല്ലോ ഓരോ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസം ഉണ്ടാക്കുക. ഇവിടെ പിണറായിയുടെ കേസാവട്ടെ, ഞങ്ങൾക്ക് നേരെ ഉയർന്നു വന്ന കേസുകളാവട്ടെ, CBI ഇസ് എ കേജ്ഡ് പാരറ്റ്. പറഞ്ഞത് ഞങ്ങളല്ല, ജുഡീഷ്യറിയാണ്. അത് അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും. അത് ഇന്നലകളിൽ കോൺഗ്രസ് ആയിരുന്നു CBI ഉപയോഗിച്ചത്, ഇന്ന് BJP ഉപയോഗിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രം. BJP ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറഞ്ഞു CBI രാഷ്ട്രീയം ഉപയോഗിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഇപ്പൊ കോൺഗ്രസ് പറയുന്നു. രണ്ടാമത്തെ കാര്യം, കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പോൾ സിദ്ദിഖ് ചില കാര്യങ്ങൾ പറഞ്ഞു. സിദ്ദിഖ് പറയുന്നു ഹനീഫ വധം. ഞാൻ ചോദിച്ചോട്ടെ, ഹനീഫ വധത്തിനകത്ത് ഹനീഫയുടെ ഉമ്മയെ കണ്ടാളാണ് ഞാൻ. ഹനീഫയുടെ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്, ആ ഗോപപ്രതാപനാണ് എൻ്റെ മകനെ കൊന്നത്. ആ ഗോപപ്രതാപൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് CN ബാലകൃഷ്ണനാണ്. എന്ത് അന്വേഷണം പോവാത്തത്?
നിങ്ങൾ ഫണ്ട് പിരിക്കുന്നില്ല, പുറത്താക്കില്ല എന്ന് പറയുമ്പം ഗോപപ്രതാപൻ എവിടെ? എന്തുകൊണ്ട് അയാൾ കേസിൽ പ്രതിയായില്ല പറയണ്ടേ? എല്ലാ അമ്മമാർക്കും ഉമ്മമാർക്കും ഒരേ കണ്ണീരാണ്. അതിന് മറുപടി പറയേണ്ടതുണ്ട്. പിന്നെ കൊലപാതകളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കുറ്റാരോപിതർ മാത്രമാണ്. കുറ്റാരോപിതനായ വ്യക്തിയെ നിങ്ങൾ മന്ത്രിയാക്കിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ. ആര്? KP നൂറുദ്ദീൻ. KP നൂറുദ്ദീനെ മന്ത്രിയാക്കാം കുറ്റാരോപിതനെ. K സുധാകരനെ കുറ്റാരോപിതനെ മന്ത്രിയാക്കാം നിങ്ങൾക്ക്. അതുമാത്രമല്ല, കൊലക്കേസിൽ ജീവനം രക്ഷിക്കപ്പെട്ട മമ്പറം ദിവാകരനെ നിങ്ങൾക്ക് ധർമ്മടം അസംബ്ലി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാം. അത് എന്ത് ന്യായമാണ് പറയണ്ടേ? അപ്പൊ നിങ്ങൾക്ക് എന്തുമാവാം. ഞങ്ങൾ കുറ്റാരോപിതരായ ആളുകൾക്കെതിരെ വസ്തുതകളും സത്യങ്ങളും റിവലേഷനിലൂടെ പുറത്തു വന്നപ്പം നിരപരാധികളെന്ന പൂർണ്ണബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് അവരെ മത്സരിപ്പിക്കാൻ തയ്യാറായത്. പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ? യഥാർത്ഥത്തിൽ ജുഡീഷ്യറിയുടെ ഡ്വൽ മുഖമാണ് ഇവിടെ കണ്ടത്, ഡ്വൽ ഫേസ്. ഇവിടെ UAPA കേസിനകത്ത് കുറ്റം ചാർത്തപ്പെട്ട അനസ് എന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് കൈവെട്ട് കേസിനകത്ത് കോടതി ജാമ്യം ഇളവ് ചെയ്തു കൊടുത്തു. എന്തേ ഞങ്ങൾക്ക് ഇളവ് തരാത്തത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഡുവൽ ജസ്റ്റിസ് ആണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും വേട്ടയാടുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഈ നാടിനോട് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വരാത്ത ഘട്ടങ്ങളിൽ പഴി പറയാം, ജുഡീഷ്യറിയെ പഴി പറയാം, ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയെയും മുന്നണിയെയും സർക്കാരിനെയും പഴി പറയാം, അന്വേഷണ ഏജൻസികളെ പഴി പറയാം. അങ്ങനെ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം തീർക്കുക എന്നതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തെ വസ്തുനിഷ്ഠമായി നേരിടാത്തത്? CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ കൊലപാതക കേസിൽ പ്രതിയാകുന്ന അവസ്ഥ. ഈ UAPA കേസിൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ 6 മാസം അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവ് പോലും ജയിലിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഈ കൊലപാതകങ്ങളൊക്കെ CPIMനെ പുറകെ നടന്ന് വേട്ടയാടുകയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിരോധം, അല്ലെങ്കിൽ കേരളം ഇപ്പോൾ ഇത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ, പക്ഷേ ഇതാണ് ചർച്ചയാകുന്നത്. ഞങ്ങളുടെ ശൈലിക്ക് എന്തെങ്കിലും അപാകമുണ്ട് എങ്കിൽ, ഞങ്ങൾ ചെയ്തു പോയത് എന്തെങ്കിലും അപരാധമാണ് എങ്കിൽ അക്കാര്യത്തിലൊരു തിരുത്തൽ വരുത്തുമെന്ന പരിശോധന പോലും എന്തുകൊണ്ട് നടത്തുന്നില്ല? ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഭാഗം പരിശോധിക്കുന്നില്ല? CPMന് പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളിൽ മാത്രം എന്തേ ഇങ്ങനെ പിറകെ വന്ന് ഫോളോ ചെയ്യുന്നത്? മനുഷ്യജീവനെല്ലാം ഒരേ വിലയല്ലേ? കൊല്ലപ്പെട്ടവർക്ക് അവരുടെ ജീവൻ ഒരേ വിലയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം വിധിയുണ്ടായി, കണ്ണീരിനെ കുറിച്ച് പറഞ്ഞു. എന്തേ ആ കണ്ണീര്, ഞങ്ങളുടെ കുടുംബങ്ങളെ കണ്ണീര് കാണാത്തത്? ഞങ്ങളുടെ അമ്മമാർ തന്നെ ഞങ്ങളെ പ്രസവിച്ചത്. ഞങ്ങളുടെ കൊല്ലപ്പെട്ട പ്രവർത്തകന്മാർ കർണന്മാരെ പോലെ സൂര്യഭഗവാന്റെ മക്കളല്ല, ഓരോ അമ്മമാരുടെ വയറ്റിൽ നിന്ന് വന്ന മക്കളാ. എന്തേ അവരെ കുറിച്ച് ആരും കണ്ണീരൊഴുക്കാത്തത്? അത് പറയണ്ടേ? അത് മാത്രമല്ല, വസ്തുനിഷ്ഠമായി ഞങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന് പറയുന്നത്. നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ കാര്യങ്ങൾ പറയുമല്ലോ. ഞങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന അനീതി ഞങ്ങൾ തുറന്നു കാട്ടണ്ടേ? ഞങ്ങൾക്ക് നേരെ ഇവിടെ അനീതിയാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ നോക്കണം, മനോജിന് ശേഷമാണ് വിനോദൻ കൊല്ലപ്പെട്ടത്. ആ കേസിലെ പ്രതികൾ സുന്ദരമായി നടക്കുന്നു തലശ്ശേരിക്കും കേരളത്തിനകത്തും. പ്രേമൻ കൊല്ലപ്പെട്ടു. ആ കൊലപാതക കേസിലെ പ്രതികൾ ഇതേ UAP പ്രകാരം പുറത്താണ്. ഈ സിദ്ദിഖിന്റെ പാർട്ടി, നട്ടലില്ലാത്ത RSSന് നട്ടല് പണയപ്പെടുത്തിയ സിദ്ദിഖിന്റെ പാർട്ടി, അതിലൊരു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്, അസഫ് അലി. ഈ കേസിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി വിശ്വനാഥൻ. പ്രേമൻ കൊലക്കേസിലെ പ്രതികൾ ജാമ്യം കിട്ടിയപ്പം അവിടെ ഈ അസഫ് അലിയെ കണ്ടുപോയി പറഞ്ഞു, ഇത് വലിയ പ്രശ്നമാണ്, ആ കേസിനകത്ത് പ്രതികളുടെ ജാമ്യം റദ്ദ് വേണ്ടി നിങ്ങൾ പോവണം. ഈ നട്ടലില്ലാത്ത DGP അസഫ് അലി പോയോ? കണ്ണൂരിൽ മനോജിന്റെ വധത്തിന് മുൻപും പിൻപും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊന്നും ചുമത്താത്ത വിധത്തിൽ കേരള പോലീസ് UAPA നിയമം ചുമത്തുന്നു. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി കണ്ണൂർ സന്ദർശിക്കുന്നു. CBI അന്വേഷണം ഈ കാര്യത്തിൽ വിടുന്നു. പഴുതുകളില്ലാത്ത വിധത്തിൽ P. ജയരാജൻ അകപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഇതൊക്കെ രാഷ്ട്രീയമായ വേട്ടയാടലായാണ് CPIM കാണുന്നത്. എന്തുകൊണ്ടാണ് മറ്റ് കേസുകളിൽ സമാനമായ സാഹചര്യങ്ങളിൽ UAPA ചുമത്താത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. P. ജയരാജനെ അകപ്പെടുന്ന വിധത്തിൽ കുരുക്കുക എന്ന രാഷ്ട്രീയമായ പ്ലോട്ട് ഇക്കാര്യത്തിലുണ്ടോ? ഇന്നലെ തന്നെ ഷുക്കൂറിൻ്റെ കാര്യം കോടതിയിൽ വന്നപ്പോൾ, ഹൈക്കോടതിയിൽ വന്നപ്പോൾ, അവിടെ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് നടത്തിയ അന്വേഷണം അപാകതകൾ ഉള്ളതാണ് എന്ന് തുറന്നു പറഞ്ഞ സാഹചര്യത്തിലാണ് അവിടെ ഒരു CBI അന്വേഷണം വരുന്നത്. ഒന്ന്, അഭിലാഷ് ചൂണ്ടിക്കാണിച്ച കേസുകളിലൊക്കെ, ഷംസീർ ചൂണ്ടിക്കാണിച്ച കേസുകളിൽ UAPA ചുമത്തിയതായിരിക്കുന്ന കേസുകൾ, ഇപ്പോ ജയരാജൻ പ്രതിയായിട്ടുള്ള മനോജ് വധക്കേസ് മാത്രമല്ല, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കേസുകൾ UAPA ചുമത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കണ്ണീരിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു, മനോജ് വധക്കേസിന് മുമ്പെയാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത്, ആണല്ലോ. ആ ഷുക്കൂർ വധക്കേസിന്റെ അന്വേഷണം
മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ അനുകൂലമായി നിയമത്തിന് വഴിപ്പെട്ട സമീപനം CPIM സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനെ ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളല്ലേ നിങ്ങൾ പബ്ലിക്കായി നിങ്ങൾ സ്വീകരിച്ചത്? ഒന്നാമത്തെ കാര്യം. 2, ഷുക്കൂർ എങ്ങനെ കൊല ചെയ്യപ്പെട്ടത്? ആ പാവപ്പെട്ട 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണോ? അപ്പൊ മനോജ് ജയരാജൻ വധശ്രമ കേസിൽ 1ാമത്തെ പ്രതിയായിരുന്നു. മനോജിനെ കൊല ചെയ്തതായിരിക്കുന്ന കേസിലെ 1ാമത്തെ പ്രതിയായിട്ടുള്ള വിക്രമൻ ശ്രീ P. ജയരാജന്റെ അടുത്ത സഹപ്രവർത്തകനും സുഹൃത്തും പിന്നെ അനങ്ങണമെങ്കിൽ ജയരാജൻ അറിയേണ്ടതായിരിക്കുന്ന ഒരാളുമാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഷുക്കൂർ കണ്ണീരിന്റെ കഥ പറഞ്ഞല്ലോ. ഈ ഷുക്കൂർ എന്ന് പറഞ്ഞ പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ഞാൻ എന്റെ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയത് ഷുക്കൂറിന്റെ വീട്ടിൽ നിന്നാണ്. 17 വയസ്സുള്ളതായിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ കളിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പാടത്ത് വെച്ച് വിചാരണ ചെയ്ത് പരസ്യമായി കയ്യും കാലും പിടിച്ചു വെച്ച് അരുത്, ചെയ്യരുത്, ഞാൻ കുറ്റവാളിയല്ല, ഒരു കേസും എന്റെ പേരിൽ പ്രതിയല്ല എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ ഒരു എട്ടും പൊട്ടും തിരിയാത്ത ചെറുപ്പക്കാരനെ നിങ്ങൾ കൊല ചെയ്യല്ലേ? ആ കൊലപാതകത്തിന്റെ കണ്ണീര് വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഹൈക്കോടതി വിധി പറയുമ്പോ നിങ്ങളുടെ നേതാക്കന്മാരുടെ ക്രിമിനൽ പ്രവർത്തനം ഞങ്ങൾ അവസാനിപ്പിക്കാം എന്നല്ലേ ശ്രീ ഷംസീർ നിങ്ങൾ പറയേണ്ടത്? ഏതമ്മമാരുടെയും വേദനയാണ്, ഏതാളുകളുടെയും രോദനമാണ്. പക്ഷേ ചില രോദനങ്ങളെ ന്യായീകരിക്കുകയും ചില രോദനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ ഇരട്ട മുഖം ആയുധം വെച്ച് നിങ്ങൾ അവസാനിപ്പിച്ചാൽ ശരി. അതാണ് ആ കാര്യത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത്. ശ്രീ MT രമേശ്, ഈ കേസ് അന്വേഷണം തുടങ്ങി 405 ദിവസവും P. ജയരാജനെ പ്രതി ചേർക്കാനുള്ള തെളിവുകളൊന്നും ഇതുവരെ ഇല്ല എന്ന നിലപാടിലായിരുന്നു CBI എങ്കിൽ അതിനുശേഷം ഇക്കാര്യത്തിൽ P. ജയരാജനെ പ്രതി ചേർക്കാനുള്ള ഗുരുതരമായ തെളിവുകളുണ്ട് എന്ന് CBI പറയുന്നു. അതനുസരിച്ച് അദ്ദേഹത്തിന് UAPA നിയമപ്രകാരമുള്ള ഗൂഢാലോചന കുറ്റം ചുമത്തുകയും ചെയ്യുന്നു. അപ്പോഴും ഈ അന്വേഷണ ഏജൻസി എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇദ്ദേഹത്തെ പ്രതി ചേർത്തത് എന്ന് നമ്മൾ അറിയണ്ടേ? ഇന്ന് ഹൈക്കോടതിയെ CBI അറിയിച്ചിരിക്കുന്നത് അങ്ങേയറ്റം വലിയ ഒരു ക്രിമിനലാണ് P. ജയരാജൻ എന്നുള്ളതാണ്. ആ ഭാഷ സാധാരണഗതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒരു നേതാവിനെ കുറിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതിലും കടുത്ത വാക്കുകളാണ്. നിരവധി മൃഗീയമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളാണ് എന്ന് CBI P. ജയരാജനെ കുറിച്ച് പറയുന്നു. അങ്ങനെ പറയാൻ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് അങ്ങനെ പറയാൻ മാത്രം വസ്തുതകൾ എന്താണുള്ളത് എന്ന് CBIയും വിശദീകരിക്കേണ്ടേ? അതല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ താല്പര്യം CBIക്ക് ഉണ്ടാകുമെന്ന് സംശയിച്ചു പോകില്ലേ? ശ്രീ MT രമേശ്, വരുമല്ലോ. CBI കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലമാണ്. CBI ഇത് വിശദീകരിക്കേണ്ടി വരും. CBI കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശദീകരണം കൊടുക്കാൻ CBI ബാധ്യതമാണ്. CBIയുടെ കയ്യിൽ എന്ത് തെളിവാണ്, വസ്തുതകളാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അഭിലാഷ്. എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റില്ല, CPMനും പറയാൻ പറ്റില്ല. CBI ഒരു അന്വേഷണ ഏജൻസിയാണ്. അവർ ഇനി അനുബന്ധമായുള്ള തെളിവുകൾ കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. അതുവരെ ഹാജരാക്കും. കാരണം കോടതിയിൽ CBI പോലെയുള്ള അന്വേഷണ ഏജൻസി വെറുതെ പറയാൻ അവർക്ക് സാധിക്കില്ലല്ലോ. അവരുടെ കയ്യിൽ വസ്തുതകൾ ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ അവർക്ക് സാധിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഷംസീർ ഇവിടെ പറഞ്ഞു CBIയിൽ അവർക്ക് വിശ്വാസമില്ല. എനിക്കറിയില്ല ഷംസീറിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണോ CPMൻ്റെ നിലപാടാണോ വ്യക്തമാക്കണം. അങ്ങനെയാണെങ്കിൽ ഐസ്ക്രീം പാർലർ കേസിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തിനാ VS അച്യുതാനന്ദൻ കോടതിയിൽ പോയത്? എന്തിനാ മലബാർ സിമൻസ് കേസിൽ CBI അന്വേഷണം വേണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടത്? എത്ര കേസിലാണ് CBI അന്വേഷണം CPM നേതാക്കന്മാർ ആവശ്യപ്പെട്ടത്? ഞാൻ ഏറ്റവും ഒടുവിൽ റീസെൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ. റീസെൻ്റ് ആയിട്ട് പശ്ചിമ ബംഗാളിൽ 4 CPM പ്രവർത്തകന്മാരുടെ കൊലപാതകത്തെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്ന് CPMൻ്റെ പശ്ചിമ ബംഗാൾ ഘടകം ആവശ്യപ്പെടുന്നു. CBI എന്ന് പറഞ്ഞാൽ അത് ഒരു ഏജൻസിയാണ്. CBIക്ക് കേരളത്തിലൊരു ഘടകം, ബംഗാളിൽ ഒരു ഘടകം, ഡൽഹിയിൽ ഒരു ഘടകം, അങ്ങനെയൊന്നുമില്ല. അതൊരു ഏജൻസിയാണ്. ആ ഏജൻസിയിൽ വിശ്വാസമില്ല എന്നുള്ളത് CPMൻ്റെ ഔദ്യോഗിക നിലപാടാണെങ്കിൽ അത് CPM നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. അല്ലാതെ CPM നേതാക്കന്മാർക്കെതിരായിട്ട് കേസ് വരുമ്പോൾ മാത്രം ആ നിലപാടെടുക്കരുത്. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെ P. ജയരാജനടക്കമുള്ള CPM നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ അറിയുന്ന കാര്യം CBIയും കോടതിയും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുകൊണ്ട് CPMൻ്റെ നേതാക്കന്മാരുടെ കേസുകളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെന്ന് പറയുന്നു? നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും CPM പ്രവർത്തകന്റെ അമ്മമാരോ അല്ലെങ്കിൽ CPM പ്രവർത്തകന്മാരോ CPM നേതൃത്വമോ നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയാൽ കോടതി നിങ്ങളെയും പരിഗണിക്കുമല്ലേ? നിങ്ങളെന്തുകൊണ്ട് പോകുന്നില്ല? അതിനു പകരം നിങ്ങൾ ചെയ്യുന്ന എന്താണ്? നിങ്ങൾ അന്വേഷണ ഏജൻസിയെ ഭീഷണിപ്പെടുത്തി നിങ്ങളെ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ TP ചന്ദ്രശേഖരന്റെ കേസിൽ എങ്ങനെയാണ് കേസന്വേഷണം വഴിമുട്ടിയതെന്ന്. ഞാനതിന് അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല.
അങ്ങനെ 10 MLA-മാർ വളഞ്ഞു നിന്നാൽ മുട്ടുമടക്കി പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് TP ചന്ദ്രശേഖരന്റെ കേസ് അന്വേഷിച്ചത് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അന്ന് UDF ഗവൺമെന്റിൽ പൊളിറ്റിക്കൽ പ്രഷർ നടത്തി, MLA-മാരെ അണിനിരത്തിക്കൊണ്ട് CPM പൊളിറ്റിക്കൽ പ്രഷർ നടത്തി. അങ്ങനെ തിണ്ണബലം ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയ ബലം ഉപയോഗിച്ചുകൊണ്ട്, അധികാരബലം ഉപയോഗിച്ചുകൊണ്ട്, ആൾബലം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷണ ഏജൻസിയെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ കോടതിയെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായും പ്രശ്നമുണ്ടാകുന്നത്. ശരി, അതാണ് ശ്രീ എൻ ഷംസീർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് CBI പറയുന്നത് അതാണ്, അന്വേഷണം തന്നിലേക്ക് എത്താതിരിക്കാൻ പി ജയരാജൻ കേഡർമാരെ ഉപയോഗിച്ച്, CPIM-ന്റെ കേഡർമാരെ ഉപയോഗിച്ച് പ്രതിരോധം ചമയ്ക്കുകയാണ്. നിയമപരമായ അറസ്റ്റും ചോദ്യം ചെയ്യലും കേസിൻ്റെ ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ഈ അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് പി ജയരാജൻ്റെ ലക്ഷ്യം എന്ന് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് CBI കോടതിയിൽ പറയുകയാണ്. ഈ കേസിൽ അന്വേഷണം നടക്കുന്നതിനെ, ഏത് തരത്തിൽ അന്വേഷണം നടന്നാലും നിങ്ങൾക്ക് ഭയക്കാനൊന്നുമില്ല എങ്കിൽ ഈ പ്രതിരോധത്തിൻ്റെയോ വെപ്രാളത്തിൻ്റെയോ ആവശ്യമില്ലല്ലോ. എൻ്റെ അഭിലാഷേ, നിങ്ങൾ എറണാകുളത്തല്ലേ ഇപ്പം ന്യൂസ് വായിക്കുന്നത്? നിങ്ങളുടെ സെൻറ്റർ ഹൈക്കോടതി തൊട്ടടുത്തല്ലേ? ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡിവിഷൻ ബെഞ്ചിനകത്ത് നടന്ന വാദം, ജയരാജന്റെ കേസുമായി ബന്ധപ്പെട്ട വാദ. ഇന്ന് കോടതിക്കകത്ത് ഡിവിഷൻ ബെഞ്ചിലെ ഒരു സീനിയർ ജഡ്ജ് വളരെ പരസ്യമായി CBI ആക്ഷേപിച്ചു. എവിടെ CD ഹാജരാക്കാൻ സാധിക്കുന്നില്ല. ഒടുവിൽ നാളെ ഹാജരാക്കാമെന്ന് പറഞ്ഞപ്പോൾ സീനിയർ ജഡ്ജി ചോദിച്ചു, അല്ല നാളെ പേര് എഴുതി കൊണ്ടുവരാൻ വേണ്ടിയാണോ? അപ്പൊ കൃത്യമായി നിങ്ങളിപ്പോൾ ഞങ്ങൾക്കെതിരെ കൊടുക്കുന്ന എഫിഡവിറ്റ് മാത്രമേ വാർത്തയാക്കൂ. മറുഭാഗത്ത് കോടതി ഓപ്പൺ കോർട്ട് നടത്തിയ പരാമർശങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അനുകൂലമാവും എന്നതുകൊണ്ട് കൊടുക്കുന്നില്ല പല മാധ്യമങ്ങളും. പല ഘട്ടങ്ങളിലും ഇപ്പൊ റിപ്പോർട്ടർ ഉൾപ്പെടെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിനകത്ത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം അതാണ്. ഇന്ന് ഈ കേസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഓപ്പൺ കോർട്ടിനകത്ത് CBI-ക്കെതിരെ വളരെ കൃത്യമായ പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഓരോന്നായി പറയാം. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ള, ആദ്യം നമ്മുടെ സിദ്ദീഖ് കുറെ കാര്യം പറഞ്ഞു. ഷുക്കൂർ വധം, മരിച്ച ആളെ കൊണ്ട് എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത്? നിങ്ങൾ ഷുക്കൂറിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം ജീവിച്ചിരിപ്പുണ്ട്. ആ മരണം ദൗർഭാഗ്യകരമാണ്. എല്ലാ കൊലപാതകങ്ങളും തെറ്റാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെടുമ്പോഴും RSS കൊല്ലപ്പെടുമ്പോഴും ലീഗ് കൊല്ലപ്പെടുമ്പോഴും ഒരു തർക്കവും വേണ്ട അതിനകത്ത്. പക്ഷേ ഈ ഷുക്കൂർ കൊലപാതകത്തെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആ കൊലപാതകം നടന്ന ആദ്യത്തെ ഒരു മാസം നിങ്ങൾ ആരും മിണ്ടിയില്ലല്ലോ. പിറവം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴല്ലേ നിങ്ങൾ ഓരോ കോടതി ഉണ്ടാക്കിയത്, പാർട്ടി കോടതി എന്നൊക്കെ പറഞ്ഞ് പല ആക്ഷേപങ്ങൾ ഉണ്ടാക്കിയത്. ഷുക്കൂർ കൊലപാതകത്തിനകത്ത് എന്ത് ബന്ധമാണ് ജയരാജനുള്ളത്? പറയണ്ടേ? എന്ത് ബന്ധമാണ് രാജേഷിനുള്ളത്? നിങ്ങളുടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സംവിധാനം നടത്തിയിട്ടല്ലേ ഇവിടെ പരസ്യമായി ഒടുവിൽ പൊടിതട്ടി ഒരു വകുപ്പെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അത് മാത്രമല്ല, നിങ്ങൾക്ക് നാണമുണ്ടോ ഈ DGP? അദ്ദേഹം ഇന്നലെ കോടതി പറഞ്ഞു, ഐ കൺഫസ്, ഞാൻ കുറ്റസമം നടത്തുക. ഈ ഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ മന്ത്രി രാജിവെക്കണ്ടേ? ആത്മാഭിമാനത്തിന്റെ കണിക നിങ്ങളുടെ മന്ത്രിക്കുണ്ടെങ്കിൽ ആ നിമിഷം രാജിവെച്ചു പോവണ്ടേ? ഐ കൺഫസ് എന്നൊരു കോടതിക്കകത്ത് ഒരു GGP ഗവൺമെന്റിന്റെ ഭാഗമായി പറയുമ്പം നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയുന്നില്ല, രാജിവെക്കണം. ഇവിടെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എന്താ ജയരാജനെ പ്രതി ചേർക്കാൻ വേണ്ടി പറയുന്ന കാര്യം? ജയരാജന്റെ ആത്മമിത്രമാണ്, സന്തത സഹചാരിയാണ് ഈ വിക്രമൻ എന്നാ പറയുന്നത്. അത് വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണ്. ഇനി അതാണ് വാദമെങ്കിൽ ആ വാദം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ബാധകമാവുന്നില്ല? സലിം രാജ് സന്തത സഹചാരിയല്ല ഉമ്മൻചാണ്ടിയുടെ വീടിനകത്ത് ഏത് സമയവും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള. ആ ഘട്ടത്തിൽ പല പരാമർശങ്ങളും പല കത്തുകളും ഞങ്ങളുടെ MLA-മാർക്ക് കിട്ടിയിരുന്നു. ഞങ്ങളതൊന്നും വാർത്തയാക്കിയിട്ടില്ല. അതൊന്നും ഒരു മാന്യതയല്ല. ആ സന്തത സഹചാരിയായ സലിം രാജ് നടത്തിയ ഭൂമി തട്ടിപ്പ് കേസ്, സന്തത സഹചാരിയ സലിം രാജ് നടത്തിയ പല തട്ടിപ്പിനകത്തും എന്നാൽ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കാത്തത്? ഞങ്ങൾക്ക് മാത്രം ഒരു ലോജിക്ക്. അത് മാത്രമല്ല, ജയരാജന്റെ പ്രതി ചേർക്കാൻ പറയുന്ന കാരണം ജയരാജന്റെ വീട്ടിനടുത്തുള്ള ആളാണ് വിക്രമൻ എന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ മനോജ് എന്ന. അങ്ങനെങ്കിൽ അതേ യുക്തി പ്രകാരം പോയിലൂരിൽ കൊല്ലപ്പെട്ട വിനോദന്റെ കൊലപാതകത്തിൽ ഇവരുടെ പ്രസിഡന്റ്, ഈ രമേശിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് സത്യപ്രകാശിനെ പ്രതിയാക്കണ്ടേ? ശരി, പ്രേമൻ കൊലപാതകത്തിനകത്ത് ഇവിടെ ഷിറ്റി സിദ്ദിഖ് പരമാവധി CBI കേസുകൾ CPIM-നെതിരെ വരിക എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാച്ച് ഫിക്സിംഗ് നടന്നിട്ടുണ്ടോ? ഇന്നലെ കഴിഞ്ഞ ദിവസം DGP പറഞ്ഞ കാര്യം ഇപ്പോൾ ഇവിടെ ഷംസീർ സൂചിപ്പിക്കുകയുണ്ടായി. ആഭ്യന്തര വകുപ്പിനെ തള്ളി, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയ പോലീസ് അന്വേഷണം വിശ്വസിക്കാൻ കൊള്ളാത്തതായിരുന്നു എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഹൈക്കോടതിയിൽ സമ്മതിക്കുകയാണ്. ആ അഡ്മിഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു CBI അന്വേഷണം വരുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കതിരൂർ മനോജ് വധക്കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ UAPA ഇട്ട് അന്വേഷിക്കുക എന്ന മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സ്വീകരിക്കാത്ത സമീപനം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ
അകപ്പെടുത്തിക്കളയുക എന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമല്ലേ? ഒന്ന്, ഈ കതിരൂർ മനോജ് വധക്കേസിൽ UAPA ചുമത്തിയതുപോലെ തന്നെ CPIMന്റെ 2 പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ട BJPക്കാർ RSS പ്രവർത്തകർ പ്രതിയായിട്ടുള്ള കേസിലും UAPA ചുമത്തിയിട്ടുണ്ട്. ഒരു തർക്കവും വേണ്ട. ഒന്ന്, അതിൽ UAPA ചുമത്തിയതിൽ പ്രയാസം പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ബോംബ് ഉപയോഗിച്ചും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കൊണ്ടും ആണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നാൽ ഈ സെക്ഷൻ ഞങ്ങൾക്ക് ഒഴിവായി കിട്ടും എന്നാണ് സാമൂഹ്യ വ്യവസ്ഥയിൽ ജനാധിപത്യ. അല്ല ശ്രീ ടി സിദ്ദിഖ്, കണ്ണൂരിലെ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അതാണ് ഇവിടെ UAPA ചുമത്താനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ബോംബെറിഞ്ഞ് വെട്ടിക്കൊന്നിട്ടുണ്ട്. ഇവിടെയും ബോംബെറിഞ്ഞാണ് വെട്ടിക്കൊന്നത്. മറ്റു കൊലപാതകങ്ങളും അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. അഭിലാഷ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ കതിരൂർ മനോജ് വധക്കേസിന് ശേഷം നടന്ന BJP RSS പ്രവർത്തകർ പ്രതിയായിട്ടുള്ള 2 വധക്കേസിൽ UAPA ചുമത്തിയിട്ടുണ്ട്. കേരളത്തിൽ അതിനു മുമ്പ് NDF-നെതിരെ ചുമത്തിയിരുന്നു, കതിരൂർ മനോജ് വധക്കേസിൽ ചുമത്തിയിരുന്നു, BJP RSS പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസിലും ചുമത്തിയിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ചുമത്താനുള്ള കാര്യമാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇവർ ചെയ്ത പ്രവർത്തനം അത്തരം ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ ചുമത്താനുള്ളതായിരിക്കുന്ന സെക്ഷനാണ് ഇതൊക്കെ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ മരണത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. കൊലപാതകം നിങ്ങൾ നടത്തിയത് നിഷ്ഠൂരമാകുമ്പോൾ സ്വാഭാവികമായും അത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. തർക്കമില്ല. ആ ചർച്ചയാണ് ഹൈക്കോടതിയുടെ ബെഞ്ച് നടത്തുന്നത്. കമാൽ പാഷയെ പോലെയുള്ളതായിരിക്കുന്ന ഒരു ജഡ്ജ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇട്ടേച്ചു പോയിരിക്കുന്ന ചോദ്യം നിങ്ങൾക്കെതിരെയാ. കേരളത്തിൽ രാജാക്കന്മാരും അതുപോലെ നിയമ സംവിധാനത്തെ നടത്താൻ അനുവദിക്കാത്തതുമായിട്ടുള്ള ആളുകൾ എന്നാണ് നിങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ വളരെ ക്ലിയറാണ്. ഇവർ നിയമപരിപാലന സംവിധാനത്തെ നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രശ്നം. അതാണ്. ശരി, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം ഭരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് നയിക്കുന്ന UDF ആണ്. തുടരുക. ശ്രീ MT രമേശ്, ഇന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ദർ ആർ വെരി സീരിയസ് ഇൻക്രിമിനേറ്റിംഗ് മെറ്റീരിയൽ എഗെയിൻസ്റ്റ് P. ജയരാജൻ എന്നുള്ളതാണ്. പക്ഷേ മുൻപ് CBI കൊടുത്ത കുറ്റപത്രത്തിൽ P. ജയരാജനെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ വിക്രമനെ കുറിച്ച് പറഞ്ഞിട്ട് ഹി ഈസ് എ ക്ലോസ് അസോസിയേറ്റ് ഓഫ് P. ജയരാജൻ. P. ജയരാജൻ ഈസ് എ ക്ലോസ് ഫാമിലി ഫ്രണ്ട് ഓഫ് വിക്രമൻ ആൻഡ് ഓൾവേസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഫാമിലി ഡിസ്പ്യൂട്ട് ഓഫ് വിക്രമൻ. ഇങ്ങനെ വിക്രമൻ എന്ന ആളെ അടുത്ത് പരിചയമുള്ള ആളാണ് P. ജയരാജൻ എന്നതുകൊണ്ടോ വിക്രമൻ എന്ന കൊലപാതകി കിഴക്കേ കതിരൂർ എന്ന സ്ഥലത്തു നിന്നായതുകൊണ്ടോ മുൻപ് ഈ വിക്രമൻ P. ജയരാജൻ നേതൃത്വം നൽകുന്ന സൊസൈറ്റിയിൽ ഡ്രൈവറായി പ്രവർത്തിച്ചതുകൊണ്ടോ ഒക്കെ P. ജയരാജനാണ് ഇതിൻ്റെ കിങ് പിൻ എന്ന് വരുന്നത് എങ്ങനെയാണ്? അത് സ്ഥാപിക്കാനുള്ള മെറ്റീരിയൽ ഇതുവരെയും നമ്മുടെ മുൻപിലില്ല, പൊതുസമൂഹത്തിന് മുൻപിലില്ല. അഭിലാഷ്, ഞാനും നിങ്ങളുമല്ലല്ലോ ഇത് സ്ഥാപിച്ചെടുക്കേണ്ടത്. ഇത് സ്ഥാപിച്ചെടുക്കേണ്ടത് CBI ആണ്. അത് സ്ഥാപിച്ചെടുക്കേണ്ടത് ഒരു ചാനൽ മുറിയിൽ ഇരുന്നല്ല. അത് സ്ഥാപിച്ചെടുക്കേണ്ടത് കോടതിയിലാണ്. ഞാൻ CBIയുടെ വക്കീലല്ലല്ലോ. CBIയുടെ കയ്യിലുള്ള തെളിവെന്നാണെന്ന് ഞാനങ്ങനെ പറയും. CBIയുടെ കയ്യിൽ ദുർബലമായ തെളിവുകളാണെങ്കിൽ ഈ P. ജയരാജൻ സ്വാഭാവികമായും നിയമത്തിൻ്റെ വഴികളിലൂടെ ഊരിപ്പോരുമല്ലോ, ഒരു പ്രയാസമില്ലല്ലോ. അപ്പോൾ CBI ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നു. ആ കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ അതിനാസ്പദമായിട്ടുള്ള തെളിവുകൾ, ശക്തമായിട്ടുള്ള തെളിവുകൾ സമാഹരിച്ച് കോടതിക്ക് കൊടുക്കേണ്ടത് CBIയുടെ ബാധ്യതയാണ്. ആ ബാധ്യത അവർ നിറവേറ്റുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വീണ്ടും വിമർശിക്കപ്പെടും. തീർച്ചയായും ഇരകളായിട്ടുള്ള ആളുകൾ വിമർശിക്കപ്പെടും. അതിൽ CBIയുടെ കയ്യിൽ എന്താണ് തെളിവ് എന്ന് എനിക്കേതായാലും പറയാൻ വേണ്ടി കഴിയില്ല, നിങ്ങൾക്കും പറയാൻ വേണ്ടി കഴിയില്ല. അത് കോടതിയിൽ ജയരാജന്റെ വക്കീലന്മാർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ ജഡ്ജിമാർ ചോദിക്കുമ്പോൾ CBIക്ക് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ CBIക്ക് കഴിയുന്നില്ലെങ്കിൽ കേസ് ദുർബലപ്പെടും. അത് സ്വാഭാവികമാണ്. അതിൽ BJPയോട് നിങ്ങൾ ചോദിച്ചിട്ടൊരു കാര്യമില്ല. CBIക്ക് തെളിവുണ്ടാക്കി കൊടുക്കുന്ന പണിയല്ല BJPയുടെ പണി. ഞങ്ങളുടെ ഒരു ആക്ഷേപം ഉന്നയിച്ചു. ആ ആക്ഷേപത്തിൽ CBI അന്വേഷണം വരുന്നു. ആ അന്വേഷണം വസ്തുതാപരമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വസ്തുതാപരമാണ് എന്ന് കോടതിക്ക് പോലും ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും പോലെ കാണാം. ശരി, ശ്രീ AN ഷംസീർ, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം അന്വേഷണം എന്നിലേക്കെത്തും എന്ന് വരുമ്പോൾ അവിടെ ആകെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണത്തെ തകിടം മറിക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ CPIM ഒരു സംഘടന എന്നുള്ള നിലയിലും നേരിടുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഹി ഈസ് പ്രോൺ ടു എംപ്ലോയ് ടെറർ ടാക്ടിക്സ് ഇൻ ഡിഫ്ലക്റ്റിംഗ് ലോഫുൾ ഇൻവെസ്റ്റിഗേഷൻ ബൈ ഇൻറ്റിമിഡേറ്റിംഗ് ആൻഡ് ത്രെട്ടനിങ് ലോ എൻഫോഴ്സിംഗ് അതോറിറ്റീസ് ആൻഡ് ഒബ്സ്ട്രക്റ്റിംഗ് ലോഫുൾ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് CBI പറയുന്നത്. ഇതിന് നമുക്ക് മുൻ ഉദാഹരണങ്ങളും ഉണ്ടല്ലോ.
ഷുക്കൂർ കേസിൽ ഇതേ പി ജയരാജൻ അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ എന്താണ് കണ്ണൂരിൽ നടന്നത്? ഇവിടെ ഇപ്പോൾ ഈ CBI പറയുന്നത് പ്രകാരമാണ് എങ്കിൽ, മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിക്കുകയാണ് എങ്കിൽ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഷുക്കൂർ കേസിൽ ഉണ്ടായതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ കണ്ണൂരിൽ ഉണ്ടാകും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എൻ്റെ അഭിലാഷ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതിന് മുമ്പ് സിദ്ദിഖ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞത് UAP എടുത്തിട്ടുണ്ട്. വിനോദൻ കൊലപാതകത്തിലും പ്രേമൻ കൊലപാതകത്തിലും UAP എടുത്തു. ഞാൻ പറഞ്ഞ എന്താ, ഈ 2 കേസിനകത്തെയും പ്രതികൾ 3 മാസവും 4 മാസവും കൊണ്ട് പുറത്തിറങ്ങിപ്പോയി. 3 മാസവും 4 മാസവും കൊണ്ട് പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പം ജാമ്യം റദ്ദ് ചെയ്യണമെന്ന ഇൻവെസ്റ്റിഗേഷൻ ഹെഡിന്റെ ആവശ്യം ഈ DGP ഹൈക്കോടതിയിൽ പറഞ്ഞില്ല. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇവിടെയാണ് അൺഹോളി അലയൻസ്. കോടതിക്കകത്ത് ഇവരുടെ ജാമ്യം വരുമ്പം DGP ഉണ്ടാതിരിക്കുന്നു, കീപ്പിംഗ് സൈലൻസ്. അതിന്റെ ഭാഗമായി പ്രതികൾ ഇറങ്ങിപ്പോകുന്നു. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇവിടെ കമാൽ പാഷ, ഞാൻ ഏതായാലും വ്യക്തിപരമായി ജുഡീഷ്യൽ ഓഫീസർമാരെ പറയാൻ തയ്യാറല്ല. ജുഡീഷ്യറി നിലനിൽക്കണം. ജുഡീഷ്യറി അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ നാട്ടിൽ അരാജകത്വം ഉണ്ടാകും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആ ലീഗൽ ഫ്രറ്റേണിറ്റി കാണേണ്ട ഒരു കാര്യം, ഇതുപോലെ കൊല്ലപ്പെട്ട 100 കണക്കിന് പ്രവർത്തകന്മാരുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അത്തരം കാര്യങ്ങൾക്കകത്തൊന്നും ഒരു പരാമർശം ഉണ്ടായില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വിക്രമനെ കുറിച്ച് പറഞ്ഞു. വിക്രമന് ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് വിക്രമൻ ഒരു വാഹനം ഓടിക്കുന്ന ആളായി മാറുക? ഞാൻ നേരത്തെ ചോദിച്ച യുക്തി ഉണ്ടല്ലോ. സലിം രാജ് ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതിയാണ്. സലിം രാജ് പല ക്രിമിനൽ കേസിലും പ്രതിയാണ്. സലിം രാജ് ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയാണ്. അങ്ങനെയെങ്കിൽ ജയരാജന് നേരെ ഉപയോഗിച്ച യുക്തി എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് നേരെ ഉപയോഗിക്കുന്നില്ല? സലിം രാജ് നടത്തിയ എല്ലാ തട്ടിപ്പിനകത്തും എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കുന്നില്ല? അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇനി ഷുക്കൂറിന്റെ കേസ്, എവിടെയാണ് അക്രമം നടത്തിയത്? പാർട്ടി ജില്ലാ സെക്രട്ടറി നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയില്ലേ? ഇവിടുത്തെ SP മുന്നിൽ ഹാജരായില്ലേ? സ്വാഭാവികവും ചില പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആരാണ് ഈ പ്രതിഷേധത്തെക്കുറിച്ച് പറയുന്നത്? കോൺഗ്രസോ? 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പം ആയിരക്കണക്കിന് സിഖുകാരെ കൊന്നുകൊണ്ട് ഒരു വടുവൃക്ഷം കടവഴുകി വീണപ്പോൾ അതിൽപ്പെട്ട ചെറുചെടികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സിദ്ദിഖ്, നിങ്ങളുടെ 10 പാർട്ടി ഓഫീസ് പറഞ്ഞതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ആയിരക്കണക്കിന് സിഖുകാരെ കൊന്ന പാർട്ടിയാണ് നിങ്ങൾ. അത് മറന്നുപോകരുത്. MT രമേശ്, താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, CBI ഉന്നയിച്ചിരിക്കുന്ന ഈ ഗുരുതരമായ ആരോപണങ്ങൾ ശരിവെക്കാനുള്ള വസ്തുതകൾ അവരുടെ ഒപ്പം ഇല്ല എങ്കിൽ ജയരാജന് മുൻപിൽ നിയമപരമായ മാർഗങ്ങൾ ഉണ്ട് എന്ന്. ശരിയാണ്. പക്ഷേ അതിനെടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വേണ്ട സമയം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പി ജയരാജൻ ഇങ്ങനെ ഒരു കേസിൽ പെടുകയും ഇത് UAPA കേസായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 180 ദിവസം വരെ തടവിൽ കഴിയേണ്ടുന്ന അവസ്ഥ പോലും ഉണ്ടായേക്കാം ജാമ്യമില്ലാതെ. അപ്പോൾ ഇതിനൊക്കെ ശേഷം പിന്നീട് നിയമത്തിൻ്റെ വഴി ഉപയോഗിച്ച് ഇക്കാര്യത്തിൽ വിടുതൽ നേടുക എന്നുള്ളത് എന്ത് പ്രയോജനമാണ് ചെയ്യുക? അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ ടൂളാവുകയാണോ അന്വേഷണ ഏജൻസി എന്ന സംശയം CPIM പ്രകടിപ്പിക്കുന്നത്. ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്ര ഗുരുതരമായ ചാർജുകൾ ചുമത്തി കേസെടുക്കുമ്പോൾ എന്താണ് വസ്തുതകൾ എന്ന് കുറെ കൂടി വ്യക്തമാകേണ്ടേ? അഭിലാഷേ, TP ചന്ദ്രശേഖരൻ കേസിൽ കുറേ CPM നേതാക്കന്മാർ ഇതേപോലെ 6 മാസത്തിൽ കൂടുതൽ തടവിൽ കിടന്നപ്പോൾ എന്തേ റിപ്പോർട്ടർ ചാനൽ ഈ വാദമുഖങ്ങൾ അന്ന് ഉന്നയിച്ചില്ല? എന്താ ഈ കേസിൽ മാത്രം ഈ ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു? അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തി അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇലക്ഷൻ വന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല. അങ്ങനെ ഒരു അന്വേഷണ ഏജൻസിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമോ? അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിൽ അവർ പറയുന്ന തെളിവുകൾ അവരെ ഹാജരാക്കും. ആ തെളിവുകൾ ഒരു ചാനൽ മുറിയിൽ നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ചർച്ച ചെയ്യാവുന്നതല്ല. കാരണം ഒന്നാമത്തെ ഈ തെളിവ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് CBI കണ്ടെത്തിയതാണ്. CBIയുടെ കയ്യിലുള്ള തെളിവുകൾ പരിശോധിക്കലോ CBIക്ക് തെളിവുണ്ടാക്കി കൊടുക്കലോ അല്ല BJPയുടെ ജോലി. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരുടെ ക്രിമിനൽ പങ്കാളിത്തത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഒന്ന്, മനോജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ളൊരു കാര്യം ഷംസീർ പറഞ്ഞു. വിക്രമന്
ഇവിടെ കതിരൂർ മനോജിന്റെ കേസിലാണെങ്കിലും ഷുക്കൂറിന്റെ കേസിലാണെങ്കിലും CPM പ്രവർത്തകർ മരിച്ചതായ കേസുകളിലൊക്കെ ആളുകൾ മരിച്ചു, കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച കിൻപിൻ ഉണ്ട്. ജയരാജനാണെങ്കിൽ ജയരാജൻ നിയമത്തിന് മുമ്പിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് നിയമത്തിന് വിധേയമാകണം. അതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മറ്റുള്ള ന്യായം പറഞ്ഞതോട് കാര്യമില്ല. അല്ലേ നിങ്ങൾക്ക് നിയമപരമായ മാർഗം സ്വീകരിക്കാം. ഒന്ന്, നേരത്തെ ഇവിടെ ഷംസീർ പറഞ്ഞപ്പോ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഫാക്ച്വൽ എറർ പറയുകയുണ്ടായി. വിനോദന്റെയും പ്രേമന്റെയും UAPA കേസിൽ അവര് പ്രതികൾ പുറത്തു കിടക്കുകയാണ്, ശ്രീ ആസഫ് അലി സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ആസഫ് അലിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല. ആ കേസ് ഹൈക്കോടതിയിലല്ല കിടക്കുന്നത്. അതിന്റെ ഒരു വാദത്തിലും ആസഫ് അലി പങ്കെടുത്തിട്ടുമില്ല. ഈ കേസില് മനോജ് വധക്കേസിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ നിയമത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിൽ വിളിച്ചു പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ ശ്രീ ഷംസീർ, ഇനി താങ്കളുടെ ഭാഗത്തു നിന്നാണ് മറുപടി വേണ്ടത് ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ജയരാജനെ വേട്ടയാടുകയാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഇവിടെ ശ്രീ MT രമേശ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം കേസുകളിൽ നിരന്തരം ആരോപണത്തിന് വിധേയനാകുന്നു പി ജയരാജൻ. CPIM മുൻപും കരുത്തരായ ജില്ലാ സെക്രട്ടറിമാരുണ്ടായിരുന്നല്ലോ. അവരാരും കേൾക്കാത്ത ആരോപണങ്ങൾ പി ജയരാജൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിഷ്കളങ്കമായ ഒന്നാണോ? നിങ്ങൾ എങ്ങനെയാണ് ആ രാഷ്ട്രീയ ഗൂഢാലോചന തിയറി നാട്ടുകാരെ വിശ്വസിപ്പിക്കുക? ഈ പുറത്തേക്ക് വരുന്ന വസ്തുതകളൊക്കെ എങ്ങനെയാണ് തമസ്കരിക്കുക? അതിനു മുമ്പ് അഭിലാഷ്, യു ഹാവ് ടു ഗിവ് ഇനഫ് ടൈം ടു മീ. ഒന്ന്, ആദ്യം രമേശ് പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഡ്രൈവർ ആയിരുന്നു സൊസൈറ്റിയുടെ നിങ്ങൾ പറഞ്ഞത്. ഒരു സൊസൈറ്റി ഡ്രൈവർ ആവണമെങ്കിൽ ആ ഡ്രൈവറിന് ലൈസൻസ് വേണ്ടേ? അദ്ദേഹം സൊസൈറ്റി ഡ്രൈവർ ആയിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ കോടതിയെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ്. ഞങ്ങൾ എവിടെയാണ് ഭീഷണിപ്പെടുത്തിയത്? കോടതിയെ ഭീഷണിപ്പെടുത്തുന്ന രീതി, ഞങ്ങൾക്കൊരു റൈറ്റ് ഇല്ലേ? ഞങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഞങ്ങൾ ഈ രാജ്യത്ത് നികുതി പണം കൊടുക്കുന്നവരാണ്. നികുതി പണം കൊടുക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് റൈറ്റ് ഇല്ലേ കോടതിയിൽ സമീപിക്കാൻ? ആ കോടതിയെ സമീപിക്കുമ്പോൾ അതെങ്ങനെയാണ് കോടതിയെ ആക്ഷേപിക്കലാവുക? കോടതിയെ ആക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങൾക്ക് കോടതിയിൽ ബഹുമാനമുണ്ട്. ജുഡീഷ്യറി നിലനിന്ന് പോകണം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു തരത്തിലും കോടതിയുമായി കോൺഫ്രണ്ട് ചെയ്യാൻ ഞങ്ങളില്ല. അത് ആദ്യമേ പറഞ്ഞു വെക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോടതിയുമായി ഞങ്ങൾ കോൺഫ്രണ്ട് ചെയ്യുന്നു, ഞങ്ങളെ കോൺഫ്രണ്ടേഷൻ ഇല്ല. രണ്ടാമത്തത് സിദ്ദിഖ് സൂചിപ്പിച്ചു. സിദ്ദിഖ് പറഞ്ഞാണ് ഫാക്ച്വൽ എറേഴ്സ്, ഞാൻ പറഞ്ഞതല്ല. ഞാനിത് ഫോളോ ചെയ്യുന്ന ആളാ. ഒന്ന്, ആസഫ് അലിയോട് ഈ പ്രേമൻ വധക്കേസ് അന്വേഷിച്ച DYSP ക്രൈംബ്രാഞ്ച് വിശ്വനാഥൻ ആവശ്യപ്പെട്ടു. പ്രതികൾക്ക് ജില്ലാ കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു, അത് പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ പ്രസ് ചെയ്യണം, ഹൈക്കോടതിയിൽ ആവശ്യപ്പെടണം. ഹി കെപ്റ്റ് സൈലൻസ്. അയാൾ മിണ്ടിയില്ല. അത് നിഷേധിക്കാൻ സാധിക്കുമോ സിദ്ദിഖിന്? ഇവിടെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തിമിരം ബാധിച്ച DGP-യാ. അദ്ദേഹം KPCC മെമ്പറായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു DGP KPCC മെമ്പർ നയനാർക്കെതിരെ മത്സരിച്ച ഒരാൾ DGP ആവുന്നത്. ക്ലിയർ പോളിറ്റിക്സ് ആണ്. അതിന്റെ ഭാഗം തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അസഫ് അലി ഉൾപ്പെടെയുള്ള സംഘത്തിന് വളരെ ക്ലിയറായ പങ്കുണ്ട്. ഇനി എന്തുകൊണ്ട് പി ജയരാജൻ മാത്രം ആക്രമിക്കപ്പെടുന്ന ചോദ്യമാണ്. പി ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ഒന്ന്, കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഇവരുടെ ജില്ലാ സെക്രട്ടറിമാരായിരിക്കുന്ന ഘട്ടത്തിൽ അവരെ വധിക്കാൻ ശ്രമം നടന്നിരുന്നു. എന്തായാലും പി ജയരാജന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നാളെ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. ഗുരുതരമായ ആക്ഷേപങ്ങളാണ് പി ജയരാജനെതിരെ. കതിരൂർ മനോജ് വധക്കേസിന്റെ കിങ് പിന്നാണ് പി ജയരാജൻ എന്ന ഗുരുതരമായ ആക്ഷേപമാണ് CBI ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ N ഷംസീർ, ശ്രീ MT രമേശ്, ശ്രീ T സിദ്ദിഖ്. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജന് ജാമ്യം നൽകണോ, മുൻകൂർ ജാമ്യം നൽകണോ എന്ന കാര്യം ഹൈക്കോടതി നാളെ തീരുമാനിക്കും. ജയരാജൻ ഈ കൊലപാതകത്തിന്റെ കിങ് പിന്നാണ് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഇന്ന് CBI ഹൈക്കോടതി മുൻപാകെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.